സ്ഥാനാർത്ഥി നിർണയത്തിലും ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതാണ് കേരളത്തിലെ LDFന് 35 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തനം നടത്തിയ MLAമാർ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, തോറ്റുപോയി. എന്തുകൊണ്ട്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം. വലതുപക്ഷ രാഷ്ട്രീയം ഇപ്പോഴും പ്രബലമാണ് എന്നതാണ് തിരിച്ചറിയേണ്ട നമ്പർ 1 പോയിന്റ്. ജമാഅത്തെ ഇസ്ലാമി ഇത്രയേറെ പ്രത്യക്ഷമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഈ ബംഗാളിൽ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ 3 സീറ്റ് കിട്ടിയിരിക്കുക അവർ 2026 തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നമ്മൾ സംഘപരിവാരത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവർ വലിയ ബുദ്ധി കേന്ദ്രങ്ങളാണല്ലോ അവർ എന്ന് പറഞ്ഞാൽ തിങ്ക് ടാങ്ക്. അപ്പോൾ അത് വളരെ ആസൂത്രിതമായ പ്ലാനിങ് ഉണ്ട്. ഈ പ്ലാനിങ് എത്രയോ വർഷമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ തുടർഭരണം കേരളത്തിലെ വലതുപക്ഷ ശക്തികളെ വല്ലാതെ നിലക്ക് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവർ ഒരു അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ആക്രാന്തത്തോടു കൂടി അന്ന് മുതൽ നടത്തിയിട്ടുള്ള പരിശ്രമം അതാണ് 2026 വലതുപക്ഷ ശക്തികളുടെ ആകെ തന്നെ ഏകോപനം. നമ്മൾ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തത് ഈ വികസന നേട്ടങ്ങൾ, ക്ഷേമ നടപടികൾ. പ്രധാനപ്പെട്ട പാഠം ഇതാണ്. പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് പറഞ്ഞാൽ ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. വോട്ട് കിട്ടില്ല.